നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് ചാലുകുന്നിൽ സ്കൂളിന് സമീപം ആസിഡ് കുപ്പികൾ പൊട്ടി. നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ സർക്കാർ തീരുമാനം. ചെറുപയറിന് 92 രൂപ, പരിപ്പിന് 111 രൂപ, വെളിച്ചെണ്ണ അര ലിറ്ററിന് 55 രൂപയാകും. മൊത്തം 200 മുതൽ 328 രൂപയുടെ വർധന. കോട്ടയം നഗരസഭയെ കോർപ്പറേഷനാക്കി ഉയർത്തും. മുതിർന്ന പൗരന്മാർക്കായി ഹാപ്പിനെസ് കോർണർ, സമ്പൂർണ്ണ ശുചിത്വം, തിരുവാതുക്കലിൽ ഓപ്പൺ ജിം, സമസ്ത മേഖലയും ലക്ഷ്യമിട്ട് നഗരസഭാ ബജറ്റ്. വാർത്തകൾ വിശദമായി. കോട്ടയം ചാലുകുന്ന് ലിഗോറിയൽ പബ്ലിക് സ്കൂളിന് സമീപമുള്ള പുരയിടത്തിൽ ആസിഡ് കുപ്പികൾ പൊട്ടിത്തെറിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം. നഴ്സറി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ടുണ്ടായി. ആസിഡ് കുപ്പികൾ പൊട്ടി ഉയർന്ന വാതകവും പുകയും ശ്വസിച്ച് സ്കൂൾ കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. കോട്ടയം നഗരത്തിലെ ചാലുകുന്ന് ലിഗോറിയൽ പബ്ലിക് സ്കൂളിൽ വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവമുണ്ടായത്. സ്കൂളിന്റെ മതിലിനുള്ളിലേക്ക് ആസിഡ് അടങ്ങിയ ചില്ലുകുപ്പികളും സമീപത്തു നിന്ന് വീഴുകയായിരുന്നു. സമീപവാസി പുരയിടം വൃത്തിയാക്കുന്നതിനിടെയാണ് കുപ്പികൾ സ്കൂൾ കോമ്പൗണ്ടിൽ പതിച്ചത്. ആസിഡ് അടങ്ങിയ കുപ്പികൾ പൊട്ടിത്തെറിച്ച് വാതകം പ്രദേശമാകെ പടർന്നു. ഇതോടെ സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും പുക നിറയുകയും ചെയ്തു. കുട്ടികൾക്ക് ക്ലാസ് മുറികളിലേക്ക് എത്തിയപ്പോൾ ബോധക്ഷയം, തലവേദന, കണ്ണുകൾക്ക് നീറ്റൽ തുടങ്ങിയവ അനുഭവപ്പെട്ടു. കയറിയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതായത് പിള്ളേർക്കെല്ലാം കണ്ണുനീറ്റലും ബഹളമൊക്കെ ആയിട്ട് പിള്ളേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. എല്ലാവരും താഴോട്ടിറക്കിയപ്പോൾ താഴെ നഴ്സറി സെക്ഷനാണ്. അപ്പോൾ അവിടെയും പിള്ളേർക്ക് ബുദ്ധിമുട്ട് കണ്ടപ്പം ഞങ്ങൾ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ നെയ്ബർ അവരുടെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്. കണ്ണെരിച്ചിലാണ് ഞങ്ങൾ ആദ്യം അനുഭവപ്പെട്ടു. പിള്ളേർ ഇങ്ങോട്ടും അങ്ങോട്ടും ഏതാണ്ട് കണ്ണ് നീറുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഓടിയത്. ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പിള്ളേരിങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ. നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന 8 കുട്ടികൾക്കാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. ഇവരെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ എന്നിവർക്കും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചതോടെ 200 മുതൽ 328 രൂപയുടെ വരെ വിലവർധനയാണ് ഉണ്ടാവുക. അന്തിമ വില വിവര പട്ടിക തയ്യാറായിട്ടില്ല. 9 വർഷങ്ങൾക്ക് ശേഷമാണ് സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ 200 മുതൽ 328 രൂപയുടെ വരെ വിലവർധന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അന്തിമ വിലവിവര പട്ടിക തയ്യാറായിട്ടില്ല. ചെറുപയർ കിലോഗ്രാമിന് സബ്സിഡി വിലയായ 74 രൂപയിൽ നിന്നും 92 രൂപ 63 പൈസയായി ഉയരും. ഉഴുന്ന് 66 രൂപയിൽ നിന്നും 95 രൂപ 28 പൈസയായും വൻകടല 43 രൂപയിൽ നിന്ന് 69 രൂപ 93 പൈസയുമാകും. വൻപയർ 45 രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് 75 രൂപ 78 പൈസ നൽകേണ്ടി വരും. തുവരപ്പരിപ്പ് 65 രൂപയിൽ നിന്നും 111 രൂപയാകും. അര കിലോ മുളകിന് 75 രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് 82 രൂപ ഇനി നൽകണം. മല്ലി 78 രൂപ. പഞ്ചസാര 22 രൂപയിൽ നിന്ന് 27 രൂപ 28 പൈസയും വെളിച്ചെണ്ണ അര ലിറ്ററിന് 46 രൂപയിൽ നിന്ന് 55 രൂപ 28 പൈസയും നൽകേണ്ടി വരും. 25 രൂപയായിരുന്നു ജയ-അരിയുടെ നേരത്തെയുള്ള സബ്സിഡി വില. ഇത് 29 രൂപ 46 പൈസയായി ഉയർത്തിയിട്ടുണ്ട്. പച്ചരി 23 രൂപയിൽ നിന്നും 26 രൂപ 8 പൈസയായി നിരക്കുയർന്നു. മട്ട അരി 24 രൂപയിൽ നിന്നും 30 രൂപ 86 പൈസയായും കൂടിയിട്ടുണ്ട്. 2014 ഡിസംബറിലാണ് സംസ്ഥാനത്ത് ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. അതിനു മുൻപ് 2014 നവംബറിലും ഓഗസ്റ്റിലും 2013 ഓഗസ്റ്റിലും വില പുതുക്കി. പൊതുവിപണിയിലുണ്ടായ വിലവ്യത്യാസത്തിന്റെ ഫലമായി ഭീമമായ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് വന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയെ കോർപ്പറേഷനാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമായി കോട്ടയം നഗരസഭ ബജറ്റ്. മുതിർന്ന പൗരന്മാർക്കായി ഹാപ്പിനെസ് കോർണർ ഒരുക്കും. വടവാതൂരിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ബയോമയങ്ങിലൂടെ സംസ്കരിക്കുമെന്നും ഇവിടെ വിപുലമായ വെയർഹൌസ് സ്ഥാപിക്കുമെന്നും ബജറ്റ് ഉറപ്പു നൽകുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷനാക്കി ഉയർത്തുമെന്ന കാഴ്ചപ്പാടിലൂന്നി കോട്ടയം നഗരസഭയുടെ 2024-25 വാർഷിക ബജറ്റ് നഗരസഭാ ചെയർമാൻ ബി ഗോപകുമാർ അവതരിപ്പിച്ചു. 144,98,23,650 രൂപ വരവും 126,35,54,000 രൂപ ചെലവും 1,62,69,650 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കൊപ്പം ദ റൈറ്റ് ടു ദ സിറ്റി എന്ന ആശയത്തിൽ
ഊന്നിയാണ് ബജറ്റ്. മുതിർന്ന പൗരന്മാർക്ക് ഹാപ്പിനെസ് കോർണർ, സമ്പൂർണ്ണ ശുചിത്വ നഗര പദ്ധതി, ആധുനിക നിലവാരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, നെഹ്റു സ്റ്റേഡിയവും ഇന്ദിരാഗാന്ധി സ്റ്റേഡിയവും കൂട്ടിയിണക്കി സ്പോർട്സ് കോംപ്ലക്സ്, വടവാതൂരിൽ ഹൌസ്, വനിതാ ഷോപ്പിംഗ് മാൾ, ആരോഗ്യ പരിപാലന പദ്ധതി, ശിശു സൗഹൃദ പാർക്ക്, ഡിജിറ്റൽ ഹബ്ബ്, കോടിമത മത്സ്യ മാർക്കറ്റിന്റെ നവീകരണം, തിരുവാതുക്കൽ ഓപ്പൺ ജിംനേഷ്യം, കുട്ടികൾക്ക് മിനി പാർക്ക്, ML റോഡിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം തുടങ്ങിയ പദ്ധതികളാണ് ബജറ്റിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായ അക്ഷര നഗരയെ മാറ്റുന്നതിന് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഈ ഓട്ടോറിക്ഷകളും നൈറ്റ് വിഷൻ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഉദ്ദേശിക്കുന്നു. ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി വിവിധ ഫണ്ടുകൾ ലഭ്യമാക്കി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഈ വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് KSWMP ഉൾപ്പെടുത്തി വടവാതൂരിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ലെഗസി വേസ്റ്റ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് 10 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ്. ജനങ്ങളിൽ നിന്നും ബജറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ബജറ്റ് നിർദ്ദേശപ്പെട്ടികൾ സ്ഥാപിച്ച് നഗരവൽക്കരണത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ആമുഖ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പാലായിൽ KM മാണിയുടെ കല്ലറയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷമാണ് പ്രചരണം തുടങ്ങിയത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ MP പാലായിലെത്തി പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കേന്ദ്ര പദ്ധതിയിൽ നവീകരിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലെ KM മാണിയുടെ കല്ലറയിൽ ജോസ് കെ മാണി MPയോടൊപ്പം എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. തീർച്ചയായും മാണി സാറ് എനിക്ക് നൽകിയ ഊർജം അത് നിരന്തരമായി എന്നോടൊപ്പമുണ്ട്. അതുതന്നെയാണ് എന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയകരമായി എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും ആരംഭം മാണി സാറിൻ്റെ കബറിടത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നത്. LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, അഡ്വക്കേറ്റ് ജോസ് ടോം, നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, വനിതാ കോൺഗ്രസ് M സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ, LDF നേതാക്കൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും കർഷകരുടെയും നേതൃത്വത്തിൽ കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി കോട്ടയം തിരുനക്കരയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പൊരുതുന്ന കർഷകർക്ക് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് 2014 തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ ലംഘിക്കുകയും കർഷകരുടെ ജീവിതാവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന കർഷകദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണം, അഥവാ കർഷകദ്രോഹ നിയമം പിൻവലിക്കണം എന്നതാണ് സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നാം കാണാത്ത വിധം ഏതാണ്ട് 13 മാസക്കാലം രാജ്യതലസ്ഥാനത്ത് കർഷകർ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ്. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TR രഘുനാഥൻ, ഫിലിപ്പ് ജോസഫ്, അഡ്വക്കേറ്റ് VB ബിനു, CK ശശിധരൻ, കൊച്ചുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്ന ശുചിത്വ സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യറാണ് ജാഥ ക്യാപ്റ്റൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ നടന്നുവരുന്ന ശുചിത്വ സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് നാടെങ്ങും സ്വീകരണം. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ക്യാപ്റ്റനായുള്ള ജാഥ 4ാം ദിവസം കൊഴുവനാൽ പഞ്ചായത്തിൽ സമാപിച്ചു. പാമ്പാടി ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ ജാഥ കൊഴുവനാൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് ലീലാമ ബിജു ഉദ്ഘാടനം ചെയ്തു.
അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, കൂരാപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ചെറിയാൻ, അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ, മണർകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC, പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയി, മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകി. പുതുപ്പള്ളിയിൽ ചേർന്ന സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ കില റിസോഴ്സ് പേഴ്സണന്മാരായ PJ കുര്യൻ, ജോൺ K ജോസഫ്, കുര്യൻ വടക്കേടം രാധാകൃഷ്ണപിള്ള, ജോജി M ജോസഫ്, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ ഗായത്രി, ആഷിഖ് തീമാറ്റിക് എക്സ്പെർട്ട് രേണു, ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. നാടൻപാട്ട് കലാകാരൻ രാഹുൽ കൊച്ചാപ്പിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാട്ടുകലാകാരക്കൂട്ടം കോട്ടയത്ത് പ്രതിഷേധിച്ചു. നാടൻപാട്ട് പാടിയായിരുന്നു പ്രതിഷേധം. സിനിമാ പാട്ട് പാടണമെന്നാവശ്യപ്പെട്ട് നാടൻപാട്ട് കലാകാരൻ രാഹുൽ കൊച്ചാപ്പിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹായത്തോടെ നാട്ടുകലാകാര കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാട്ടും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് B ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകലാകാരക്കൂട്ടം പ്രസിഡന്റ് ബേബി പാറക്കടവൻ, നാടൻപാട്ടുകാരായ പ്രസാദ് M, സുനിൽ അമര, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഖല ജോസഫ്, PK ജലജാമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹൈദരാബാദിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പൊൻകുന്നം സ്വദേശിക്ക് മിന്നുന്ന വിജയം. പൊൻകുന്നത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ വിനോദ് TG ആണ് മെഡലുകൾ വാരിക്കൂട്ടിയത്. ഹൈ ജമ്പ്, പോൾ വാൾട്ട് ഇനങ്ങളിൽ സ്വർണ്ണ മെഡലും ലോങ് ജമ്പിൽ വെങ്കലവും വിനോദ് നേടി. പാലായിൽ ടൂറിസ്റ്റ് അമ്യൂണിറ്റി തുറക്കുവാൻ ഇടപെടുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ. മീനച്ചിലാറിന്റെ തീരത്ത് ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചത്. പാലാ നഗരമധ്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മീനച്ചിലാറിന്റെ തീരത്ത് ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അമ്യൂണിറ്റി സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പാലാ നഗരസഭ 5 കോടിയിലധികം രൂപ മുടക്കി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഇതുവരെ വിവിധ തർക്കങ്ങളെ തുടർന്ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാവാതെ കാടുപിടിച്ചു കിടക്കുകയാണ്. നഗരസഭയുടെ അധീനതയിലും പൂർണ്ണ നിയന്ത്രണത്തിലുമുള്ള ഭൂമിയിലാണ് അമ്യൂണിറ്റി സെന്റർ പണിതിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കോൺട്രാക്ടറും തമ്മിലുണ്ടായ തർക്കവും കോടതി കേസുമാണ് തടസ്സമായി പറഞ്ഞിരുന്നത്. എന്നാൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി പൊതുപ്രവർത്തകനായ ജെയ്സൺ മാന്തോട്ടത്തിന്റെ ഇതു സംബന്ധിച്ച പരാതിയിൽ നൽകിയ മറുപടിയിൽ റവന്യൂ വകുപ്പിന്റെ NOC നാളിതുവരെ ലഭ്യമായിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരസഭയെ ഏൽപ്പിച്ചാൽ അമ്യൂണിറ്റി സെന്ററിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഇത് ടൂറിസം വകുപ്പ് പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള NGO യൂണിയൻ കോട്ടയം സിവിൽ സ്റ്റേഷൻ ഏരിയ വാർഷിക സമ്മേളനം നടന്നു. മാമൻ മാപ്പിള ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലീന P കുര്യൻ, മനേഷ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രത്തിന്റെ അധികാരത്തോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും സവിശേഷമായ അധികാരങ്ങളുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഭാഷയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്കാരങ്ങൾ. ആ സംസ്കാരങ്ങളുടെ സംഘാതമെന്ന നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെല്ലാം കവർന്നെടുക്കുകയും ആ അധികാരങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് സ്വേച്ഛാപരമായ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയിപ്പ്. കോട്ടയം ജില്ലയിലെ വിവിധ ആയുഷ് കേന്ദ്രങ്ങളിലേക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ ദേശീയ ആയുഷ് ദൗത്യം അഭിമുഖം നടത്തുന്നു. 23-ന് രാവിലെ 10:30-ന് കോട്ടയം ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സ്പോർട്ടിംഗ് യൂണിറ്റിലാണ് അഭിമുഖം. പ്രായം 40-ൽ കൂടരുത്. കോട്ടയം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിന് 23-ന് 11-ന് കോട്ടയം NHM ഹാളിൽ കൂടിക്കാഴ്ച നടത്തും. MBBS ബിരുദമാണ് യോഗ്യത. ഫോൺ 048125627778. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖത്തിന്റെ 3ാം ഘട്ടം PSCയുടെ ജില്ലാ ഓഫീസിൽ 21, 22, 23 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോട്ടയത്ത് ചാലുകുന്നിൽ സ്കൂളിന് സമീപം ആസിഡ് കുപ്പികൾ പൊട്ടി നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ സർക്കാർ തീരുമാനം. ചെറുപയറിന് 92 രൂപ, പരിപ്പിന് 111 രൂപ, വെളിച്ചെണ്ണ അര ലിറ്ററിന് 55 രൂപയാകും. മൊത്തം 200 മുതൽ 328 രൂപയുടെ വർധന. കോട്ടയം നഗരസഭയെ കോർപ്പറേഷനാക്കി ഉയർത്തും. മുതിർന്ന പൗരന്മാർക്കായി ഹാപ്പിനെസ് കോർണർ, സമ്പൂർണ്ണ ശുചിത്വം, തിരുവാതുക്കലിൽ ഓപ്പൺ ജിം, സമസ്ത മേഖലയും ലക്ഷ്യമിട്ട് നഗരസഭാ ബജറ്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.